പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും ഇപ്പോൾ CPM-ന് ഒരു തീരുമാനമെടുക്കാൻ ആയിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതേക്കുറിച്ച് അന്തിമ തീരുമാനം വന്നിട്ടില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. BV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കുമോ ഇല്ലയോ അത് കേൾക്കുവാൻ കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിണറായി വിജയൻ ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് തോൽവിയെക്കുറിച്ച് പറയേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ജനങ്ങളോട് പറയാൻ മടിക്കുകയാണ്. അതോടൊപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് ഏത് തരം ചർച്ചയാണ് നടക്കുന്നത്? ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാണ് ഇതേക്കുറിച്ചുള്ള ചർച്ച വന്നത്? മഞ്ജുഷ, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 48 മണിക്കൂർ പിന്നിടുന്നു. തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നയിച്ചത് പിണറായി വിജയനാണ്. പക്ഷെ അദ്ദേഹം ഇതുവരെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും അത് നേരിട്ട് മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ നടത്തിയിട്ടില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷെ അതിന്റെ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് പരാജയം വലിയ ആഴത്തിലുള്ളതാണെന്ന തിരിച്ചറിവ് CPM-നുണ്ട്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളാണ് നടന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വിമർശനം വന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. എന്നാൽ പാർട്ടി സെക്രട്ടറി ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ കൃത്യമായ ഒരു മറുപടി, എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി തയ്യാറായില്ല. വലിയ അപ്രതീക്ഷിതമായ തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ നിലപാട് ആവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് എന്താണ് തിരിച്ചടിയുടെ കാരണമെന്ന ഒരു ചർച്ചയുടെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം തോൽവിയുണ്ടായെന്നോ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയില്ല. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, ഇനിയുള്ള ചർച്ചകളിൽ റിവ്യൂ ചർച്ചകൾ, അവലോകന ചർച്ചകളിൽ പാർട്ടി സഖാക്കൾക്ക് നിർഭയവും സ്വതന്ത്രവുമായ അഭിപ്രായം പറയാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി MV ഗോവിന്ദന്റെ ഭാഗത്തുണ്ടായി. അത് ധ്വനിപ്പിക്കുന്നത് ഇത്രയും നാൾ അങ്ങനെ ഇല്ലായിരുന്നു എന്ന വിമർശനം, അഭിപ്രായം ഏതോ കോണിൽ നിന്ന് ഉയർന്നു വന്നു. അത് തീർത്തും CPM-ന്റെ രീതിക്ക് വിരുദ്ധമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷ നേതാവിനെ ഉടൻ തീരുമാനിക്കേണ്ടതില്ല. കാരണം മുഖ്യമന്ത്രി പോലും തീരുമാനിച്ചിട്ടില്ല. 10-11 തീയതികൾ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമാകും ഒരുപക്ഷെ CPM-ന്റെ ഈ ഇടതുമുന്നണിയുടെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുക. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന അഭിപ്രായമുള്ളവർ CPM-നുണ്ട്. മറിച്ച് ഒരു തലമുറ മാറ്റമാണ് അനിവാര്യം. പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയും ഒക്കെ മാറണം, പിണറായിയും ഒക്കെ മാറി പുതുതലമുറ വരണം എന്നൊരു ആവശ്യം കൂടി ഉയർന്നു വന്നേക്കാം. അതിൽ അന്തിമ തീരുമാനം CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെയും പൊളിറ്റ് ബ്യൂറോയുടെയും ആയിരിക്കും. ഏതായാലും ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് നിലകൊള്ളണം എന്നതുകൊണ്ട് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരട്ടെ, അങ്ങനെ ഒരു അഭിപ്രായം കൂടി പാർട്ടിയിൽ ഉണ്ടല്ലോ അല്ലേ? പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തവുമാണ്. ഇന്ന് അരുൺ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു MV ഗോവിന്ദനോട്, 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്ന്. മിണ്ടും എന്നുള്ള കാര്യം മാത്രമാണല്ലോ അദ്ദേഹം പറഞ്ഞത്, അല്ലേ MV ഗോവിന്ദൻ? തീർച്ചയായിട്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതുന്നത് അങ്ങനെ വിലയിരുത്താൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, CPM വലിയ പ്രതിസന്ധിയുടെ കടന്നുപോയപ്പോൾ VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് പാർട്ടി ഒരുപക്ഷെ ഒരു പിളർപ്പിലേക്ക് തന്നെ പോകുമെന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് VS ഗ്രൂപ്പുകാരെ വെട്ടിയൊതുക്കിയതിലൊക്കെ മറ്റൊരു വശമാണ്. പക്ഷേ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് ശക്തമായി ഒറ്റക്കെട്ടാ നേതൃത്വം പിണറായി വിജയൻ നേതൃത്വമെന്ന പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. 2 തവണ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് പിണറായി വിജയനാണ്. അങ്ങനെ ഒരു പിണറായി വിജയൻ CPM അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഇങ്ങനെ വലിയ പരാജയ ഭീതിയിൽ പരാജയത്തിൽ പാർട്ടിയും മുന്നണി നിൽക്കുമ്പോൾ അത് ഇട്ടെറിഞ്ഞു പോകുമോ എന്ന സംശയം. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നിര ദുർബലമാണ്. ഭരണപക്ഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന 35 MLA-മാർ മാത്രം, അതിൽ തന്നെ ഏറെ നിരവധി പുതുമുഖങ്ങൾ, കരുത്തുറ്റ നേതാക്കളുടെ വലിയൊരു കുറവ് CPM-ന്റെ ഇപ്പോഴത്തെ ഇടതുമുന്നണി നിയമസഭാ കക്ഷിയിൽ ഉണ്ടാകും. അവിടെ പിണറായി വിജയൻ കൂടി മാറി നിന്നാൽ ആര് നയിക്കും, എന്ത് വിലയാണ് അവിടെ നിയമസഭയിൽ കിട്ടുക എന്ന ചോദ്യമൊക്കെ CPM-നെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കുറച്ചു നാളത്തേക്ക് ചെറിയ കാലയളവിലേക്കെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കും. KN ബാലഗോപാലിനെ ഉപനേതാവാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന് കരുതുന്നവർ ഏറെയുണ്ട്. അത്തരം ആവശ്യമുള്ളവരുമുണ്ട്. മറുഭാഗം കൂടിയുണ്ട് CPM-ൽ. ഇപ്പോൾ ഒറ്റ ഒരു നിലപാടായി ഇത് കാണാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. കാരണം പിണറായിയാണ് നേതൃത്വം നൽകിയത്. പിണറായിയുടെ നിലപാടുകളുടെ, പിണറായിയുടെ വ്യക്തിപരമായ പാളിച്ചകളുടെ കൂടി ഫലമാണ് ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ടാണ് കണ്ണൂരിൽ പിണറായിയുടെ തട്ടകത്തിൽ CPM-ൽ ഏറ്റവും ശക്തി കേന്ദ്രമായ ധർമ്മടത്ത് ഉൾപ്പെടെ പാർട്ടിക്ക് വോട്ട്
പറയുന്നത് പിണറായി പോലും 6 റൗണ്ട് പിന്നിൽ പോയത്. അതുകൊണ്ട് പിണറായി മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായവും CPM-നുണ്ട്. പ്രത്യേകിച്ച് കീഴ്ഘടകങ്ങളിൽ അത്തരം വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളുടെ അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടില്ല. പിണറായി വരണമെന്ന ആവശ്യത്തിലാണ് മുൻതൂക്കമെങ്കിൽ ഒരുപക്ഷെ അത് തന്നെ ഉണ്ടായേക്കും. ചെറിയൊരു കാലയളവിലേക്കെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. KN ബാലഗോപാൽ ഉപനേതാവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ KN ബാലഗോപാലത്തിനെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റാരും എന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്തു കാട്ടാൻ പോലും നേതാക്കളില്ലാത്തൊരു പരിമിതി CPM-ന്റെ നിയമസഭാ കക്ഷിക്കുണ്ട്. KN ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നീട് 2 സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളാണ് മുതിർന്ന പാർട്ടി ഘടകങ്ങളിൽ നിന്നുള്ളത്. അത് ഒന്ന് സജി ചെറിയാനാണ്. നമുക്കറിയാം സജി ചെറിയാന്റെ പല വിവാദ പ്രസംഗങ്ങളും അദ്ദേഹത്തിന് പലപ്പോഴും ദോഷം ചെയ്യാറുണ്ട്. അത്തരമൊരാൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. മറ്റൊന്ന് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിനെയും അത്ര സ്വീകാര്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് KN ബാലഗോപാൽ എന്ന പേരിലേക്ക് എത്തുന്നത്. പിണറായി വിജയൻ വേണ്ട എന്ന് തീരുമാനിക്കുകയോ പിണറായി വിജയൻ ആ സ്ഥാനം നിരസിക്കുകയോ ചെയ്താൽ KN ബാലഗോപാലാകും സ്വാഭാവിക ചോയ്സ്. അങ്ങനെ സംഭവിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ പിണറായി തന്നെ ചെറിയ കാലയളവിലേക്കെങ്കിലും പ്രതിപക്ഷ നേതാസ്ഥാനത്തേക്ക് വരാനും ഇടയുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നത്? അദ്ദേഹം എപ്പോഴെങ്കിലും മാധ്യമങ്ങളെ കാണുമോ? എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇന്നലെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് പിണറായി ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം കണ്ടേക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടില്ല. ഇന്നോ നാളെയോ പിണറായി മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമില്ല. CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത് തന്നെ സെക്രട്ടറി യോഗം പൂർത്തിയായ ശേഷമല്ല. ഇടവേളയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അദ്ദേഹം കമ്മിറ്റിയിലേക്ക് വീണ്ടും സെക്രട്ടറിയിലേക്ക് പോവുകയായിരുന്നു. ചോദ്യങ്ങൾക്ക് അദ്ദേഹം കാത്തുനിന്നില്ല. പിണറായി എന്ന് മാധ്യമങ്ങളെ കാണുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വാഭാവികമായി നേരത്തെയും ചില ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും പിണറായി മാധ്യമങ്ങളെ കണ്ടില്ല. പക്ഷേ ഇത് അത്തരമൊരു സാഹചര്യമല്ല. സംസ്ഥാനത്ത് മുന്നണി നയിച്ചയാളാണ്. 10 വർഷം സംസ്ഥാനത്തെ ഭരിച്ചയാളാണ്. വലിയ തിരിച്ചടി മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാകുമ്പോൾ അതിനെ ഉത്തരവാദിത്തം കൂടി സ്വാഭാവികമായി ഏറ്റെടുക്കേണ്ടി വരുന്നത് പിണറായി വിജയനാണ്. അത്തരം ഒരാളാണ് ഇപ്പോൾ മറുപടി പറയാതെ മാറി നിൽക്കുന്നത്. മാത്രമല്ല സാധാരണഗതിയിൽ വിജയിക്കുന്ന പാർട്ടിയെ മുന്നണിയെ അഭിനന്ദിക്കുക, അവർക്ക് ആശംസ തരിക എന്നൊരു സാമാന്യ രാഷ്ട്രീയ മര്യാദ കൂടി ഉണ്ടാകാറുണ്ട്. അതും ഇത്തവണ ഇടതു മുന്നണിയെ നയിച്ച പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.